പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയെ മുൻനിർത്തിയുള്ള ആ ഒരു യാത്രയിലാണ്. അമ്മയുടെ പ്രിയപ്പെട്ട മക്കൾ എന്നുള്ള നിലയിൽ, നമ്മളൊക്കെ സഹോദരി സഹോദരന്മാരെന്നുള്ള നിലയിൽ പരിശുദ്ധ അമ്മയിലേക്കുള്ള ഒരു യാത്ര, അമ്മയുടെ ജന്മപ്പെരുന്നാളിന്റെ ആഘോഷം ഈ വർഷം ഏറ്റവും അനുഗ്രഹകരമായി തീരാൻ തക്കവണ്ണമുള്ള ഒരുക്കത്തിന്റെ, ആത്മസമർപ്പണത്തിന്റെ ഒരു കാലഘട്ടമാണ്. ഈ 25-ാം ദിവസം പ്രിയപ്പെട്ടവരെ, അമ്മയോട് നാം കൂടുതൽ അടുത്തെത്തിയിരിക്കുക, അമ്മയുടെ മുഖം കുറെ കൂടി വ്യക്തമായി കാണാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? അമ്മയിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ആ പുണ്യങ്ങളുടെ ആ ഒരു പ്രഭ നമ്മെ അത്ഭുതപ്പെടും. മനുഷ്യരിൽ ഇതുപോലെ പുണ്യപൂർണമായ ജീവിതമില്ല. നാം ലക്ഷ്യം വെക്കേണ്ടത്, നാം അമ്മയെ വിളിക്കുന്നുണ്ടല്ലോ, എൻ്റെ അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ അമ്മേ എന്ന്. ഈ അമ്മയെ പോലെ പുണ്യപൂർണത നേടാൻ നാം ഓരോരുത്തരും ആഗ്രഹിക്കണം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ശുശ്രൂഷകൾ ഈ ഒരു ആഗ്രഹത്തോടെ നാം പൂർത്തിയാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു വിശുദ്ധയാകണം, എനിക്കൊരു വിശുദ്ധനാകണം. ആ ഒരു ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. ധ്യാനാത്മകമായ യാത്ര അതിന് സഹായകമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷ പരിശുദ്ധ അമ്മയെ മുൻനിർത്തിക്കൊണ്ടുള്ള ധ്യാനം, സന്തോഷകരമായ ദിവ്യരഹസ്യങ്ങൾ. ഒന്നാമത്തെ ദിവ്യരഹസ്യം ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കുകയും ചെയ്യാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി,
കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധയമ്മേ, എന്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. 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 പരിശുദ്ധാത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്നു നിറയണമേ. എന്നിൽ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്നു നിറയണമേ. എന്നിൽ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്നു നിറയണമേ. എന്നിൽ വന്ന് നിറയണമേ. വിശുദ്ധ ലൂക്കോസിന് സുവിശേഷം 11-ാം അധ്യായം 27-28 വചനങ്ങൾ. അവൻ ഇതരുളി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട് പറഞ്ഞു, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. അവൻ പറഞ്ഞു, ദൈവവചനം കേട്ട് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ധ്യാനത്തിന്റെ 25-ാമത് ദിവസം പരിശുദ്ധ അമ്മയെ ധ്യാന വിഷയമാക്കിക്കൊണ്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ ഇടം തേടിയുള്ള നമ്മുടെ യാത്രയാണ് വിശുദ്ധ യാത്ര. ഇത് നമ്മെ പ്രേരിപ്പിക്കുന്ന മുഖ്യമായ ഒരു കാര്യം പരിശുദ്ധ അമ്മയുടെ പുണ്യപൂർണതയാണ് എന്നുള്ളതാണ്. പുണ്യപൂർണമായ ഒരു ജീവിതം, നമ്മുടെ പുണ്യ ജീവിതത്തിന് അടിസ്ഥാനം, ഒന്നാമത്തെ അടിസ്ഥാനം, പ്രധാനപ്പെട്ട അടിസ്ഥാനം വചനമാണ്. വചനമനുസരിച്ച് ജീവിക്കുക. നാം വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്ത് ഒരു സ്ത്രീ, ഒരമ്മ, പെറ്റമ്മയാണ്, വിളിച്ചു പറഞ്ഞു, ഇവനെ വഹിച്ച ഉദരം, ഇവനെ പാലൂട്ടിയ മുലകൾ ഭാഗ്യമുള്ളവ. ഈ ഭാഗ്യത്തിന് അടിസ്ഥാനമായി നിൽക്കുന്നത് എന്താണ് എന്നുള്ളത് തുടർന്ന് നമുക്ക് വ്യക്തമാകുന്നത്, പരിശുദ്ധ അമ്മ യേശുവിനെ പ്രസവിച്ചു എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനം. പക്ഷേ എങ്ങനെയാണ് സാധ്യമായത്? വചനം സ്വീകരിച്ചു, വചനം ജീവിച്ചു, വചനം മാംസം ധരിക്കാൻ പരിശുദ്ധാത്മാവിന് തന്നെ വിട്ടുകൊടുത്തു. ഈ പുണ്യപൂർണതയ്ക്കെല്ലാം അടിസ്ഥാനമായി നിൽക്കുന്നത് അതാണ്. പിതാവ് മറിയത്തിൽ വചനം വിതച്ചു. പരിശുദ്ധ അമ്മ ആ വചനം പൂർണ്ണമായി സ്വീകരിച്ചു. പരിശുദ്ധാത്മാവ് പ്രവർത്തന നിരതമായി. പരിശുദ്ധ അമ്മ 100 ഫലം പുറപ്പെടുവിച്ചു. ജീവിതത്തിൽ
വിശ്വാസ ജീവിതത്തിൽ ഇത്രമാത്രം ഫലം പുറപ്പെടുവിച്ച ഒരു ജീവിതമില്ല എന്നുള്ള ആ ഒരു സത്യമാണ് പ്രിയപ്പെട്ടവരെ ഈ ദിവസം നാം ധ്യാനിക്കേണ്ടത്. പരിശുദ്ധ അമ്മയിൽ നാം കണ്ടെത്തുന്ന ആ ഒരു പുണ്യ പൂർണ്ണതയെ സംബന്ധിച്ചാണ്. അമ്മയിൽ നാം കണ്ടെത്തുന്ന ആ ഒരു പുണ്യ പൂർണ്ണതയെ സംബന്ധിച്ചാണ്. ഈ ഔന്നത്യത്തിന് അടിസ്ഥാനം ദൈവവചനം അനുസരിച്ച് ജീവിച്ചു എന്നുള്ളതാണ്. നിന്നെ വഹിച്ച ഉദരവും നിനക്ക് പാൽമുട്ടി മുലകളും ഭാഗ്യമുള്ളവ. അപ്പോൾ യേശു പറഞ്ഞത്, ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവൻ കൂടുതൽ ഭാഗ്യവാൻ. അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. ആ ഭാഗ്യം നമുക്കെല്ലാവർക്കും ലഭിക്കും. അപ്പോൾ എന്താണ്? നാം പുണ്യപൂർണ്ണത കൊണ്ട് നിറയുകയും ചെയ്യും എന്നുള്ളതാണ്. വചനാധിഷ്ഠിതമായ ജീവിതമാണ് പുണ്യജീവിതത്തിന് കാരണമായി നിൽക്കുന്നത് എന്ന്. അതുകൊണ്ട് പരിശുദ്ധ അമ്മ എല്ലാ പുണ്യങ്ങളുടെയും മാതൃകയാണ് എന്നുള്ള ഒരു ധ്യാനം. പരിശുദ്ധ അമ്മയിലേക്ക് നോക്കി ഈ പുണ്യങ്ങൾ നാം കാണാൻ, എങ്ങനെയാണ് ഈ പുണ്യങ്ങൾ പോഷിപ്പിക്കുന്നത് എന്ന പാഠം പഠിക്കാൻ നമുക്ക് സഹായകമാകണം. 2-ാം വത്തിക്കാൻ കൗൺസിൽ തിരുസഭയെ പറ്റിയുള്ള പ്രമാണരേഖ 56-ാമത്തെ നമ്പറിൽ നാം വായിക്കുന്നു, പൂർണ്ണ വിശുദ്ധ, സകല പാപങ്ങളിൽ നിന്നും വിമുക്ത, പരിശുദ്ധാത്മാവ് രൂപം നൽകിയ പുതിയ സൃഷ്ടി എന്നിങ്ങനെയുള്ള സംബോധനകളാൽ ദൈവജനനിയെ പ്രകീർത്തിക്കുന്ന പതിവ് സഭാപിതാക്കന്മാരുടെ ഇടയിൽ പ്രബലപ്പെട്ട് കാണുന്നു. എഫെസ്യക്കാർക്ക് ലേഖനം 5:27 ഏറ്റവും പരിശുദ്ധയായ മറിയത്തിൽ തിരുസഭയെയും ചുളിവില്ലാത്തവളായി കാണുന്നതാണ്. നമുക്ക് മാതൃകയായി നിൽക്കുന്നത് പരിശുദ്ധ അമ്മയാണ്, സഭയുടെ തന്നെ മാതൃക. ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ടവർ എല്ലാ സുഹൃതങ്ങളുടെയും മാതൃകയായി പ്രകാശിക്കുന്ന മറിയത്തിന്റെ നേരെ കണ്ണുകൾ ഉയർത്തണമെന്ന് വത്തിക്കാൻ കൗൺസിൽ തിരുസഭയെ പറ്റിയുള്ള പ്രമാണരേഖയിൽ 65-ാമത്തെ നമ്പറിൽ പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട്. ഒരു രക്ഷകന്റെ മാതാവാകുന്നതിന് പരിശുദ്ധ മറിയത്തെ ആ പദവിക്ക്, ആ സ്ഥാനത്തിന് അനുഗുണമായ ദാനങ്ങളാൽ സമ്പൂർണമാക്കി. അതിനനുയോജ്യമായി, വിളിക്കനുയോജ്യമായി ജീവിക്കുന്നതിന് ആവശ്യമാകുന്ന ദാനം. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പരിശുദ്ധ മറിയത്തെ വിശ്വാസികൾക്ക് അമ്മയായി നൽകിയതിന്റെ കാരണം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട സുഹൃതങ്ങളുടെ മാതൃകയായി അവളെ മക്കളായ നാം സ്വീകരിക്കണം എന്നുള്ളത് കൊണ്ടാണ്. യേശുക്രിസ്തു പരിശുദ്ധ കന്യകയെ നമുക്ക് അമ്മയായി നൽകിയപ്പോൾ നാം അനുകരിക്കേണ്ട ഒരു മാതൃക നിശബ്ദമായി സൂചിപ്പിക്കുകയായിരുന്നു എന്ന് പരിശുദ്ധ പിതാവിനെ ഓർമ്മിപ്പിക്കും. വിശുദ്ധ ലൂയി മോൺഫോർട്ട് 10 പുണ്യങ്ങൾ പരിശുദ്ധ അമ്മയിൽ പ്രത്യേകിച്ച് അടയാളപ്പെടുത്തി നമുക്ക് പഠിക്കാൻ നൽകിയിട്ടുണ്ട്. 10 സുഹൃതങ്ങൾ. ഒന്നാമതായത് നമുക്ക് തീർച്ചയായും നിങ്ങൾക്കൊക്കെ ഇത് അറിവുള്ളതാണ്, ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം. പരിശുദ്ധ മറിയത്തിന്റെ അഗാധമായ എളിമ. ഇത്രമാത്രം എളിമപ്പെട്ട ഒരു മനുഷ്യ വ്യക്തിയെ നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തിയത് തന്നെ എളിമപ്പെടുത്തിക്കൊണ്ടാണ്, മനുഷ്യരൂപം കൊണ്ടാണ്. ആ മനുഷ്യരൂപം കൊണ്ട് യേശുക്രിസ്തുവിനെ സ്വീകരിക്കാനും ഈ മനുഷ്യ ശരീരം നൽകാനും സഹകരിച്ച പരിശുദ്ധ അമ്മ ആ ഒരു എളിമയിൽ, അതിന്റെ പൂർണ്ണതയിൽ ഭാഗവാക്കായി. രണ്ടാമതായി സജീവമായ വിശ്വാസം. അത് വിശ്വാസം പ്രഖ്യാപനം കൊണ്ട് അവസാനിക്കുന്നില്ല. ഓരോ ദിവസവും വിശ്വാസം വെല്ലുവിളിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇന്ന് വിശ്വാസം വെല്ലുവിളിക്കപ്പെടുന്ന ലോകത്തിൽ പരിശുദ്ധ അമ്മയുടെ മക്കളായ നാം ഓരോരുത്തരും വിശ്വാസ ജീവിതത്തിന് വില കൊടുത്തുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ ഇന്ന് ജീവിക്കുന്ന ഒന്നായി സജീവമാക്കണം എന്നുള്ളതാണ്. അത് പ്രവർത്തനങ്ങളേക്ക്. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത് വിശ്വാസം എന്ന് പറയുന്നത് പ്രവൃത്തിയില്ലെങ്കിൽ ചത്തതാണ്, അതിന് ജീവനില്ല. മൂന്നാമതായി അനന്തമായ അനുസരണം. ഈ പുണ്യങ്ങൾക്ക് സമ്പൂർണ്ണ മാതൃക
4 നിരന്തരമായ മാനസിക പ്രാർത്ഥന. കാരണം പരിശുദ്ധ അമ്മ ഓരോ സംഭവവും ബുദ്ധിയിലല്ല സ്വീകരിച്ചത്, മനസ്സിലല്ല സ്വീകരിച്ചത്, ഹൃദയത്തിൽ സ്വീകരിച്ചു. അമ്മയുടെ യാത്ര മുഴുവനും ധ്യാനാത്മകമായിരുന്നു. വചനം ധ്യാനിച്ചുകൊണ്ടാണ്, സ്വർഗത്തിന്റെ പദ്ധതികൾ ധ്യാനിച്ചുകൊണ്ടാണ്, സ്വർഗീയ രഹസ്യങ്ങൾ ധ്യാനിച്ചുകൊണ്ടാണ് ജീവിച്ചത്. പ്രിയപ്പെട്ടവരെ, ഒരു ധ്യാനാത്മകത നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. ഇല്ലെങ്കിൽ നാം വെറുതെ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് ആരവങ്ങൾ ഉണ്ടാക്കി ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ വ്യർത്ഥമാക്കി കളയും. വെറും ആരവങ്ങളുടെ ഒരു സംസ്കാരം, അത് ഈ ആഴമായ ആധ്യാത്മികതയോ ധ്യാനാത്മികതയോ ഇല്ലാത്തതിന്റെ അവരടയാളമാണ്. 5-ാമതായി സ്വയം പരിത്യാഗം. പരിഹാരം അനുഷ്ഠിക്കേണ്ടത് ആരാണ്? അമ്മ പരിത്യാഗം അനുഷ്ഠിച്ചു. നാം ഓരോരുത്തരും പ്രിയപ്പെട്ടവരെ, നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി, ജീവിത പങ്കാളിക്ക് വേണ്ടി, പാപം ചെയ്യുന്നവർക്ക് വേണ്ടി, നമ്മുടെ അധികാരികൾക്ക് വേണ്ടിയൊക്കെ നാം പരിഹാരം ചെയ്യണം. ലോകത്തിന്റെ പാപത്തിൽ നാം പരിഹാരം അനുഷ്ഠിക്കുകയും ചെയ്യണം. പരിശുദ്ധ അമ്മ അതിൽ പങ്കാളിയായി. 6-ാമതായി അളവില്ലാത്ത സ്നേഹം. ഈ സ്നേഹത്തിന്റെ ആഴം അളക്കുക സാധ്യമല്ലാതാണ്. അമ്മ മാതൃത്വത്തിന്റെ സ്നേഹം, അതിന്റെ സമ്പൂർണതയും അത് ദൈവിക സ്നേഹത്തോട് അലിഞ്ഞു ചേരുന്ന ഒരു സ്നേഹമാണ്. അതിന് മാതൃകയായി പരിശുദ്ധ അമ്മയെ കണ്ടെത്താൻ സാധിക്കും. 7-ാമത് വീരോചിതമായ ക്ഷമ. ഇങ്ങനെയൊരു ക്ഷമ യേശുക്രിസ്തുവിനെ ഉദരത്തിൽ സ്വീകരിച്ചത് മുതൽ പ്രിയപ്പെട്ടവരെ, ഈ ഒരു ക്ഷമ ഗോകുൽത്ത വരെയുള്ള യാത്രയിൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നായി നിൽക്കുന്നു. ഒരിക്കലും ആത്മസംയമനം വിടാതെ നിൽക്കുന്ന ഒരമ്മ. ആ ക്ഷമയുടെ ഒരു അത്ഭുതമാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതം എന്നുള്ളത് നാം ഓർമ്മിക്കണം. ഇപ്പോൾ നമ്മളൊക്കെ മക്കളാണ്. നാം എത്രയോ പ്രാവശ്യം അമ്മയെ ആശ്രയിക്കുന്നുണ്ട്, എന്റെ അമ്മയെ ഏറ്റു പറയുന്നുണ്ട്. അമ്മയ്ക്ക് ചേർന്ന രീതിയിൽ നാം മക്കൾക്ക്, ഈ അമ്മയുടെ മക്കൾക്ക് ചേർന്ന രീതിയിൽ നാം ജീവിക്കുന്നില്ല. പക്ഷേ അപ്പോഴും വീണ്ടും അമ്മയെ എന്ന് വിളിക്കുമ്പോൾ, എന്താണ് മകനെ, എന്താ മകളെ എന്ന് നമ്മെ തിരിച്ച് അഭിവാദനം ചെയ്യുന്ന, നമ്മോട് പ്രതികരിക്കുന്ന, നമ്മുടെ ആവശ്യങ്ങളിൽ ഇടപെടുന്ന പരിശുദ്ധ അമ്മയെ നിന്ദിക്കുമ്പോൾ സ്നേഹിക്കുന്ന ഒരമ്മ, അത് വലിയൊരു രഹസ്യമാണ് എന്ന് നാം പ്രിയപ്പെട്ടവരെ ഓർമ്മിക്കണം. വീരോചിതമായ ക്ഷമ. 8 മാലാഖമാർക്കടുത്ത് മാതിരി. പരിശുദ്ധ അമ്മയെ നമുക്ക് താതാത്മ്യപ്പെടുത്താൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ മാലാഖമാരുടെ പരിശുദ്ധിയോട് ചേർന്ന് നിൽക്കുന്ന പരിശുദ്ധ അമ്മ. ആ അമ്മയ്ക്കാണ് മാലാഖമാരുടെയും രാജ്ഞിയാകാനുള്ള അവർ നിയോഗം ലഭിച്ചത്. 9-ാമതായി ദൈവീകമായ ജ്ഞാനം. ഈ ലോകത്തിന്റെ അറിവനുസരിച്ച് നാം പലപ്പോഴും പരിശുദ്ധാത്മാവ് നൽകുന്ന ആ ഒരു സ്വർഗീയമായ ജ്ഞാനം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ജീവിതമാണ് വഴിതെറ്റാതെയുള്ള ജീവിതത്തിന് അടിസ്ഥാനമായി നിൽക്കുന്നത്. അമ്മയുടെ ജീവിതത്തിൽ വഴിതെറ്റലുകൾ ഉണ്ടായില്ല. കാരണം ഈ ജ്ഞാനം പരിശുദ്ധ അമ്മയെ നയിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ 10-ാമത് ദൈവീകമായ പരിശുദ്ധി. പരിശുദ്ധിയുടെ പൂർണ്ണതയാണ് കർത്താവ്, ദൈവം, സർവശക്തനായ ദൈവം. ആ ദൈവീകമായ ആ പരിശുദ്ധിയോട് താതാത്മ്യം പ്രാപിക്കാൻ തക്കവണ്ണം ഈ പരിശുദ്ധി പോഷിപ്പിക്കപ്പെട്ടു എന്നതാണ്. മറിയത്തിന്റെ മാതൃകാപരമായ വിശുദ്ധി മുഴുവൻ സമൂഹത്തിന്റെ മുമ്പാകെ പ്രശോഭിക്കുന്നു. പരിശുദ്ധ മറിയത്തിന്റെ മാതൃകാപരമായ വിശുദ്ധി മറിയത്തിലേക്ക് കണ്ണുകളിയാക്കാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കും. സുദൃഢവും സുവിശേഷാത്മകവുമായ സദ്ഗുണങ്ങൾ, ഈ സദ്ഗുണങ്ങളെ ഒരു 14 സദ്ഗുണങ്ങളായി വിശുദ്ധ പോളാറാമൻ മാർപ്പാപ്പ അവതരിപ്പിക്കുന്നുണ്ട്. അതിന്റെ വിശദീകരണം കൂടാതെ തന്നെ ഞാൻ അക്കമിട്ട് പറഞ്ഞു പോവുകയാണ്. 1-ാമതായി ആഴമായ വിശ്വാസം. 2-ാമതായി വിധേയത്വപൂർവ്വം ദൈവവചനം സ്വീകരിച്ചവളാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1:26 മുതൽ 38 വരെ, 1:45. ഇങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു. 3-ാമത് ഉദാരത നിറഞ്ഞ അനുസരണം. 4-ാമത് യഥാർത്ഥമായ വിനയം. 1:48, ലൂക്കോസ് 1:48. 5 ഉത്സാഹപൂർവമായ പരസ്നേഹം. 6 അഗാധമായ ജ്ഞാനം. 7 കടമകൾ വേഗം പൂർത്തിയാക്കുക.
പൂർത്തിയാക്കുന്നതിനുള്ള വ്യഗ്രത, അലസതയില്ല. തന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിൽ നിതാന്തമായ ജാഗ്രത. ഇപ്പോൾ സ്വർഗത്തിലായിരിക്കുന്ന രാജ്ഞിയാണ്, പക്ഷേ പരിശുദ്ധ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് ഇപ്പോഴും എന്താണ്? മക്കളോടുള്ള സർവ്വജനപദങ്ങളുടെയും അമ്മയായ പരിശുദ്ധ അമ്മ ഈ മക്കളോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റാൻ വേണ്ടിയാണ് അമ്മ ഇറങ്ങി വരുന്നത്. എട്ടാമതായി, സ്വീകരിച്ച നന്മകൾക്ക് കൃതജ്ഞത സമർപ്പിക്കുന്ന അവർ വിശ്വാസിയുടെ മനോഭാവം. അതാണ് നിരന്തരം നമുക്ക് ഒരു നിമിഷമെങ്കിലും ദൈവത്തിന് നന്ദി പറയാതിരിക്കാൻ സാധിക്കും. അത്രമാത്രം കൃപകളല്ലേ ഓരോ ദിവസവും. ഞാൻ ഇവിടെ നിന്നോട് സംസാരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ കൃപയിലല്ലേ സംസാരിക്കും. ഓരോ നിമിഷവും ദൈവത്തിന് നന്ദി പറയേണ്ട അതൊരു മാതൃക നമുക്ക് പരിശുദ്ധ തരികയാണ്. ഒൻപതാമതായി, ദേവാലയത്തിലെ അവളുടെ ആ ഒരു സമർപ്പണത്തിന്റെ, ദൈവസന്നിധിയിലുള്ള സമ്പൂർണമായ ആ സമർപ്പണത്തിന്റെ അവർ പാഠമാണ്. പത്താമത്തേത്, വിപ്രവാസത്തിലും അവർ പുലർത്തിയ ധീരതയാണ്. വിപ്രവാസത്തിലും സഹനത്തിലും അവൾ പുലർത്തിയ ധീരത. വേറൊരു നാട്ടിലാണ്, പക്ഷേ അവിടെയും ഒരാത്മവിശ്വാസം നൽകുന്നത് മനുഷ്യന്റെ പിൻബലമല്ല, മറിച്ച് ദൈവത്തിന്റെ കരവലയത്തിലാണ് എന്നുള്ള ഒരു ബോധ്യം. പ്രിയപ്പെട്ട മക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നാം ഓരോരുത്തരും നമ്മെ ബലപ്പെടുത്തുന്ന യാഥാർത്ഥ്യം ഇതാണ്. നമ്മുടെ ധൈര്യത്തിന് അടിസ്ഥാനമായി നിൽക്കുന്നതാണ്. ഏത് പ്രതികൂലത്തെയും അതിജീവിക്കുന്നതിന് ആവശ്യമാകുന്ന ഒരു ആത്മശക്തി നൽകുന്നത് ഈ ഒരു വിശ്വാസമാണ് എന്ന് ഓർമ്മിക്കുക. ആ ഒരു ധീരത അതിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കണം. 11ാമത്, ദൈവത്തിലുള്ള ആശ്രയം പ്രകടമാക്കുന്ന അമ്മയുടെ ദാരിദ്ര്യം, ആത്മാവിലുള്ള ദാരിദ്ര്യം. അതിലൂടെ എന്ത് സംഭവിക്കുന്നു? ദൈവത്തെ സമ്പത്തായി സ്വീകരിക്കും. നാം എല്ലാ മേഖലയിലും ദരിദ്രരായിത്തീരുന്നു. കാരണം എന്താണ്? നമുക്ക് സമ്പത്തായി സ്ഥിരമായിരുന്നില്ല. നമ്മുടെ സമ്പത്ത് ദൈവമാണ് എന്നുള്ള ആ ഒരു ബോധ്യം. ദൈവ സമ്പത്തായിട്ടുള്ളവൻ അവന് ഒരിക്കലും ദരിദ്രനാകാൻ സാധ്യമല്ല. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാണ്. അതുകൊണ്ട് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നത പരിശുദ്ധ അമ്മ അനുഭവിച്ചു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. 12ാമതായി, പുത്രനോട് കാണിച്ച പരിപാലനം, ജനനം മുതൽ ക്രൂശാരോഹണം വരെ ആ മകനെ സംരക്ഷിക്കുന്നതിൽ, ആ മകനെ പിൻബലം നൽകുന്നതിൽ, ആ മകനെ പോഷിപ്പിക്കുന്നതിൽ പിന്തുടരുന്ന, അടിതെറ്റാതെ പിന്തുടരുന്ന, ഇതുപോലെ യേശുക്രിസ്തുവിനെ പിന്തുടരുന്ന മക്കളെ പിന്തുടരുന്ന മാതാപിതാക്കൾ കുരിശിലെ അപമാനം വരെ ഏറ്റുവാങ്ങാൻ പരിശുദ്ധ അമ്മയുടെ ഉണ്ടായി. മുഖത്ത് മുണ്ടിടാതെ ഇതെന്റെ മകനാണ് എന്ന് ഏറ്റു പറഞ്ഞു. ആ പിടിയിൽ അതുകൊണ്ട് ഭാഗമാക്കാൻ സാധിച്ചു. 13ാമതായി, പരിശുദ്ധ കന്യകകൾ കണ്ടെത്തുന്ന കന്യാപരമായ അവരുടെ വിശുദ്ധി, പരിപൂർണമായ വിശുദ്ധി. നമുക്ക് മാമോദീസയിലൂടെ, ഉദാശ സ്വീകരണത്തിലൂടെ നാം വിശുദ്ധീകരിക്കപ്പെടുന്നു, കുമ്പസാരത്തിലൂടെ വിശുദ്ധീകരിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ആ വിശുദ്ധി നിലനിർത്താൻ നമുക്ക് സാധിക്കുന്നില്ല. പരിശുദ്ധ അമ്മയ്ക്ക് വിശുദ്ധി നൽകി, സ്വർഗത്തിന്റെ കൃപയായി കൃപ ലഭിച്ചു. പക്ഷെ കൃപ നിലനിർത്തുക എന്നുള്ളതാണ്. നിലനിൽപ്പിന്റെ കൃപയിൽ പരിശുദ്ധ അമ്മ അതിനുവേണ്ടി വില കൊടുത്തു എന്നുള്ളത് നാം ഓർമ്മിക്കേണ്ടതുണ്ട്. 14ാമതായി, അമ്മയുടെ സുശക്തവും ചരിത്രപൂർണവുമായ ഒരു കുടുംബജീവിതമുണ്ട്. കുടുംബജീവിതത്തെ സംബന്ധിച്ചുള്ള ആ യാഥാർത്ഥ്യമാണ്. പ്രിയപ്പെട്ടവരെ, മക്കളായ നമ്മെയും അമ്മയുടെ സദ്ഗുണങ്ങൾ പ്രചോദിപ്പിക്കണം. നമുക്കൊരു മാതൃക പരിശുദ്ധ അമ്മയെ മുൻനിർത്തിക്കൊണ്ട് ഞാനും നിങ്ങളും വിശുദ്ധരായി തീരണം. എന്റെ അമ്മ വിശുദ്ധയാണ്, മകനും മകളും വിശുദ്ധരായി തീരണം. ആ ഒരു വിശുദ്ധി നേടാൻ വേണ്ടിയുള്ള യാത്രയാണ്. എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള ഒരു പരിശ്രമമല്ല. സ്വർഗം നമ്മിൽ ഇറങ്ങി വന്ന് സ്വർഗത്തിന്റെ ഒരു ആഘോഷ അനുഭവം നമ്മൾ നിലനിൽക്കുക, സ്വർഗീയ അനുഭവം നമ്മൾ നിലനിൽക്കുക, ഈ സ്വർഗത്തെ മറ്റുള്ളവരുമായി പങ്കുവെക്കുക, നമ്മുടെ കുടുംബം തന്നെ സ്വർഗമാക്കി മാറ്റുക, എന്റെ സാന്നിധ്യം സ്വർഗീയ സാന്നിധ്യമായി മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാക്കി തീർക്കുക. ആ ഒരു വെല്ലുവിളിയാണ് നാം ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടത്. സദ്ഗുണങ്ങളിലുള്ള ഈ പുരോഗതി കന്യാമറിയത്തോടുള്ള ഭക്തിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു തീഷ്ണതയുടെ അനന്തര ഫലമായും പക്വതയായി കഴിഞ്ഞ ഫലമായും കാണപ്പെടും എന്ന് പൗലോസ് മാർപ്പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, യേശുവിനോട് അനുരൂപപ്പെടാൻ പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന പുണ്യങ്ങൾ നാം സമ്പാദിക്കുക.
പരിശുദ്ധ അമ്മയോട്, അമ്മയിൽ നിറഞ്ഞു നിന്നിരുന്ന പുണ്യങ്ങൾ നാം സമ്പാദിക്കുക. അപ്പൊ നമ്മുടെ ലക്ഷ്യം യേശു ക്രിസ്തുവിനോട് അനുരൂപപ്പെടാൻ, പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന ആ പുണ്യങ്ങൾ നാം നേടാൻ ശ്രമിക്കുക. പരിശുദ്ധ അമ്മയെ ധ്യാനിക്കുന്നത് പോലും യേശു ക്രിസ്തുവിനെ അനുരൂപപ്പെടുന്നതിന് സഹായകമാണ്. അതാണ് വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇതെല്ലാം പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞു നിൽക്കുന്നത് നാം കാണുന്നു. അമ്മയെ ധ്യാനിച്ചുകൊണ്ട് യേശു ക്രിസ്തുവുമായി കൂടുതൽ ഐക്യപ്പെടാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം. ദൈവത്തിന്റെ ഛായ നമ്മൾ പ്രതിഫലിപ്പിക്കാൻ, ആ ഛായ വളർന്ന് പോഷിപ്പിക്കപ്പെടാൻ ഈ അമ്മയെ പറ്റിയുള്ള ധ്യാനം സഹായകമായി തീരും. അതുകൊണ്ട് മരിയൻ സമർപ്പണം ഈ പരിശുദ്ധ അമ്മയുടെ സുഹൃതങ്ങൾ നമ്മിലേക്ക് പകർന്നെടുക്കാൻ നമുക്ക് സാധിക്കും. മരിയൻ സമർപ്പണം വഴി ഈ സമർപ്പണങ്ങൾ ലക്ഷ്യം വെക്കുന്നത് നാം ഈ നമ്മളുടെ ഒരു ജീവിതത്തിൽ നാം എന്തെങ്കിലും നേടുക എന്നുള്ളതല്ല, മറിച്ച് പുണ്യപൂർണമായ ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ നമ്മിൽ ബലപ്പെടുത്തിയെടുക്കാൻ സഹായകമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മടിത്തട്ടിൽ നിങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. അമ്മയുടെ തിരുമുഖത്തേക്ക് നോക്കണം, നമ്മുടെ മുഖത്തേക്ക് നോക്കണം. അമ്മയുടെ ഓരോ പ്രവർത്തനങ്ങളും ധ്യാനിക്കണം. അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങൾ നൽകിയിരിക്കുന്ന സന്ദേശങ്ങൾ നമ്മുടെ ധ്യാന വിഷയമാക്കണം. നമ്മള് ഇമതറ്റാതെ അമ്മയുടെ കണ്ണുകളിലേക്ക് നോക്കി ആ നൈർമല്യവും സ്നേഹവും ആർദ്രതയും അമ്മയിൽ നിലനിൽക്കുന്ന ആ വിശുദ്ധിയുടെ പ്രകാശനവും നമ്മിലേക്ക് ഒപ്പിയെടുക്കാൻ മക്കൾ എന്നുള്ള നിലയിൽ പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ക്രിസ്ത്യാനുകരണം പുസ്തകം 3 അധ്യായം 12. ക്ഷമ അഭ്യസിക്കുക, ജഡമോഹങ്ങളെ എതിർക്കുക. ദൈവമായ കർത്താവെ, ക്ഷമ എനിക്ക് അത്യന്താപേക്ഷിതമാണെന്ന് ഞാൻ കാണുന്നു. ഈ ജീവിതത്തിൽ നാനാവിധ ദുരിതങ്ങൾ ഞാൻ നേരിടേണ്ടി വരുന്നുണ്ടല്ലോ. എൻ്റെ സമാധാനത്തിനായി ഞാൻ എന്തെല്ലാം ചെയ്താലും സമരവും സങ്കടവും കൂടാതെ ജീവിക്കുക സാധ്യമല്ല. മകനെ, അത് ശരിയാണ്. പരീക്ഷകൾ ഇല്ലാത്തതോ അനർത്ഥങ്ങൾ നേരിടാത്തതോ ആയ സമാധാനം നീ അന്വേഷിക്കരുതെന്നാണ് എൻ്റെ ആഗ്രഹം. നാനാവിധ അനർത്ഥങ്ങൾ നിന്നെ അലട്ടുകയും പല എതിർപ്പുകൾ നീ ഏറ്റുമുട്ടുകയും ചെയ്യുമ്പോൾ പോലും നീ സമാധാനം കണ്ടെത്തിയിരിക്കുന്നുവെന്ന് കരുതുകയാണ് വേണ്ടത്. അധികം സഹിക്കാൻ നിനക്ക് കെൽപ്പില്ലെന്ന് പറയുകയാണെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിലെ അഗ്നി നീ എങ്ങനെ സഹിക്കും? 2 തിന്മകളിൽ ചെറിയതാണല്ലോ തിരഞ്ഞെടുക്കേണ്ടത്. ആകയാൽ വരാനിരിക്കുന്ന നിത്യശിക്ഷകളിൽ നിന്നും മോചനം പ്രാപിക്കാൻ വേണ്ടി താൽക്കാലിക തിന്മകൾ ദൈവത്തെ പ്രതി ക്ഷമയോടെ അനുഭവിക്കാൻ ശ്രമിക്കേണ്ടതാണ്. ലൗകിക മനുഷ്യർ ഒട്ടും സഹിക്കുന്നില്ലെന്നോ ലഘുവായി മാത്രം സഹിക്കുന്നുള്ളൂവെന്നോ ആണോ നീ വിചാരിക്കുന്നത്? മഹാസുഖഭോഗങ്ങളുടെ ഇടയിൽ അന്വേഷിച്ചാൽ പോലും നിനക്ക് കാണാം അവർ സഹിക്കുന്നത് അല്പമല്ലെന്ന്. എന്നാലും അവർക്ക് നാനാവിധ സുഖസന്തോഷങ്ങളുണ്ടെന്നും ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാമെന്നും തന്നിമിത്തം അവരുടെ അനർത്ഥങ്ങൾ ഗണ്യമാക്കാനില്ലെന്നും നീ പറയുമായിരിക്കും. അങ്ങനെ തന്നെയെന്ന് വയ്ക്കുക. അവർ ആഗ്രഹിക്കുന്നതെല്ലാം ലഭിക്കുന്നുണ്ടെന്നും ഇരിക്കട്ടെ. എന്നാൽ അവയെല്ലാം എത്ര നാളത്തേക്ക് നിലനിൽക്കുമെന്നാണ് നീ വിചാരിക്കുന്നത്? ലോകത്തിൽ സമൃദ്ധമായി സുഖമനുഭവിക്കുന്നവർ പുക പോലെ ക്ഷയിച്ചു പോകും. ഭൂതകാല സന്തോഷങ്ങളെപ്പറ്റി യാതൊരു ഓർമ്മയും ഉണ്ടാകുകയില്ല.
അവർ ജീവിച്ചിരുന്ന കാലത്ത് കയ്പോ മടുപ്പോ ഭയമോ കൂടാതെയല്ല സന്തോഷങ്ങളുടെ ഇടയിൽ പോലും കഴിഞ്ഞുകൂടിയിരുന്നത്. അവർക്ക് സന്തോഷം പ്രദാനം ചെയ്ത വിഷയങ്ങളിൽ നിന്ന് തന്നെ പലപ്പോഴും ദുഃഖവും വന്നു ചേരുന്നു. അവർക്ക് ന്യായമായും അങ്ങനെ സംഭവിക്കേണ്ടതാണ്. അവർ ക്രമരഹിതമായി സന്തോഷങ്ങൾ തേടി നടന്നു. തന്നിമിത്തം പരിഭ്രമവും കയ്പും കൂടാതെയല്ല അവർ അവ ആസ്വദിച്ചിരുന്നത്. അവ എത്ര ക്ഷണികവും വ്യാജവും ക്രമരഹിതവും ലജ്ജാവകവുമാണ്. എങ്കിലും സന്തോഷങ്ങൾ ഉളവാക്കുന്ന ലഹരിയാലും അന്ധതയാലും അവരത് ഗ്രഹിക്കുന്നില്ല. ബുദ്ധിശൂന്യങ്ങളായ മൃഗങ്ങളെപ്പോലെ അവർ നശ്വര ജീവിതത്തിലെ നിസ്സാര സന്തോഷങ്ങളെ പ്രതി ആത്മാവിൻ്റെ മരണത്തിന് ഇടവരുത്തുന്നു. ആകയാൽ മകനെ, നീ ദുർമോഹങ്ങളുടെ പിന്നാലെ പോകരുതേ. നിന്റെ മനസ്സിൽ നിന്ന് അവയെ അകറ്റിക്കളയുക. കർത്താവിൽ സന്തോഷിക്കുക. അവിടെ നിന്റെ ഹൃദയത്തിൻ്റെ അപേക്ഷകൾ അനുവദിച്ചു തരും. യഥാർത്ഥമായി സന്തോഷിക്കാനും എന്നിൽ നിന്ന് ധാരാളം ആശ്വാസം പ്രാപിക്കാനും നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ അനുഗ്രഹം ലൗകിക വസ്തുക്കളെ വെറുക്കുന്നതിലും നീചമായ സന്തോഷങ്ങൾ പരിത്യജിക്കുന്നതിലും നീ കണ്ടെത്തും. സമൃദ്ധമായ ആശ്വാസം നീ പ്രാപിക്കുകയും ചെയ്യും. സൃഷ്ടികളിൽ നിന്നുള്ള ആശ്വാസത്തിൽ നിന്ന് നീ എത്രയധികം പിന്മാറുമോ അത്രയധികം മാധുര്യവും ശക്തിയുമുള്ള ആശ്വാസങ്ങൾ എന്നിൽ കണ്ടെത്തും. എന്നാൽ ആരംഭത്തിൽ കുറെ സങ്കടവും ശ്രമമേറിയ സമരവും കൂടാതെ നിനക്ക് അവ ലഭിക്കാൻ പോകുന്നില്ല. പഴകിയ തഴക്കം നിനക്ക് എതിരായി നിൽക്കും. എന്നാൽ നല്ല തഴക്കം കൊണ്ട് അതിനെ ജയിക്കാം. ആ പഴയ സർപ്പം നിന്നെ പരീക്ഷിച്ചു ശല്യപ്പെടുത്തിയേക്കും. എന്നാൽ പ്രാർത്ഥന കൊണ്ട് അവയെ പായിച്ചു കളയാം. മാത്രമല്ല, പ്രയോജനകരമായ വല്ല വേലയും ചെയ്തുകൊണ്ട് അവൻ്റെ പ്രവേശനം ഏറെക്കുറെ തടയാനും കഴിയും. ദൈവമേ, പരിശുദ്ധ മറിയത്തെ എൻ്റെ രാജ്ഞിയായും മേൽനോട്ടക്കാരിയായും അധികാരിയായും നിശ്ചയിച്ചു തന്നതിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ മേൽ പരിശുദ്ധ കന്യകാമറിയത്തിനുള്ള അധികാരം ഞാൻ ഏറ്റുപറയുന്നു. സ്വർഗരാജ്ഞിയാണ് എൻ്റെ അമ്മ എന്ന സത്യം എൻ്റെ ആധ്യാത്മിക ജീവിത പ്രതിസന്ധികളിൽ എനിക്ക് ധൈര്യവും പ്രത്യാശയും തരുന്നു. സമ്പൂർണ്ണ സമർപ്പണത്തിലൂടെ എന്നെയും എനിക്കുള്ള സർവ്വതും ആത്മീയ യോഗ്യതകൾ ഉൾപ്പെടെ മറിയത്തിന്റെ ഭരണത്തിന് കീഴിലാക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. എന്നെപ്പറ്റിയുള്ള ദൈവഹിതം എന്നേക്കാൾ നന്നായി അറിയാവുന്ന പരിശുദ്ധ അമ്മയുടെ സ്നേഹസമന്വിത അധികാരത്തിൻ കീഴിൽ പരിപൂർണതയുടെ വഴിയിൽ എന്നെ നടത്തണമേ. ആമേൻ. പരിശുദ്ധ രാജ്ഞി, കരുണയുടെ മാതാവേ സ്വസ്തി. ഞങ്ങളുടെ ജീവനും മാതിരവും ശരണവുമേ സ്വസ്തി. ഹവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു. കണ്ണുനീരിന്റെ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേ പക്കൽ ഞങ്ങൾ നെടുവീർപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥയെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാതിരവും നിറഞ്ഞ കന്യകാമറിയമേ, ആമേൻ. പുണ്യപൂർണമായ ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ ശക്തികളിൽ നിന്നും നിങ്ങൾ ഓരോരുത്തരും മോചിതരായി തീരട്ടെ. പരിശുദ്ധ അമ്മയുടെ പുണ്യപൂർണമായ ജീവിതം നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിലും ഹൃദയത്തിലും കൺമുമ്പിലും നിരന്തരം പ്രകാശിതമായി തീരട്ടെ. അതിന് തടസ്സമായി നിൽക്കുന്ന സാത്താന്റെ എല്ലാ പ്രലോഭനങ്ങളെയും അവന്റെ എല്ലാ കെണികളെയും നിങ്ങളിൽ നിന്നും രക്ഷകനായ യേശുക്രിസ്തു തന്റെ തിരുരക്തത്താൽ നീക്കിക്കളയട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും പുണ്യവാന്മാരുടെ പ്രത്യേകമായ മധ്യസ്ഥതയും മാലാഖമാരുടെ കാവലും എന്റെ വാത്സല്യ ഭാചനങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.